എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ ഈ 27-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ വി മോഹൻ. സ്വാഗതം മോഹൻട്ട. നമസ്തേ. നമ്മുടെ ഈ പരിപാടിയിൽ മെയിനായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേളയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗവും, പിന്നീട് 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥനയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സെൻറ്ററിങ് ചെയ്തതിന് ശേഷം ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇങ്ങനെ പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഭക്ഷണത്തെക്കുറിച്ചുള്ളതാണ്. മെയിനായിട്ട് നമ്മളുടെ ഭക്ഷണം ഒന്നില്ലെങ്കിൽ വെജിറ്റേറിയൻ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിൽ രണ്ടും കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ പൊതുവേ വെജിറ്റേറിയൻ ഫുഡിന് പ്രോത്സാഹനം നൽകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ആത്മീയതയും ഭക്ഷണവും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ ശാസ്ത്രീയമായും ആത്മീയമായും വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് അത് വേണമെന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഓതൻറ്റിസിറ്റി ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാം. അതുപോലെ തന്നെ ഒരു സംഗതി കൂടി, ഇപ്പോൾ നമ്മൾ കാണാം, ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിച്ച് തുടങ്ങിയ ആളുകൾ പോലും കുറേ നാൾ സാധനമൊക്കെ കഴിയുമ്പോൾ പതുക്കെ വെജിറ്റേറിയനായി മാറുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കുറിച്ചൊന്ന് സംസാരിക്കാം. ഓക്കെ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ ഒരു പാരഡോക്സിക്കൽ ചോദ്യമാണ്, ഒരു വൈരുദ്ധ്യമുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ശ്രീബുദ്ധൻ്റെ കഥ. അദ്ദേഹം ശ്രീബുദ്ധനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദൻ പറയും, അങ്ങ് സിദ്ധാർത്ഥ രാജകുമാരനായിരിക്കുന്ന സമയത്ത് വാർദ്ധക്യം, രോഗം, മരണം ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് വാവിട്ട് കരയുമായിരുന്നു. ഇപ്പോഴും അങ്ങേക്ക് ചുറ്റും വാർദ്ധക്യവും രോഗവും മരണമൊക്കെ സാധാരണ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങയുടെ മുഖത്തുള്ള മന്ദഹാസത്തിന് യാതൊരു തരത്തിലുള്ള മാറ്റം വരുന്നില്ല. അപ്പോൾ എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കും. അപ്പോൾ ബുദ്ധൻ പറയും, ഞാൻ സിദ്ധാർത്ഥ രാജകുമാരനായിരുന്ന സമയത്ത് എൻ്റെ ബോധം കലങ്ങിയ ബോധമായിരുന്നു. അപ്പോൾ കലങ്ങിയ ബോധത്തിലൂടെ ഞാൻ ലോകത്തിനെ നോക്കി കാണുമ്പോൾ എല്ലാ അക്രമവും, അനീതിയും, അസ്വസ്ഥതയും എല്ലാമാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ധ്യാനത്തിലൂടെ
എൻ്റെ ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ ആ തെളിഞ്ഞ ബോധത്തിലൂടെ ഞാൻ പ്രപഞ്ചത്തെ നോക്കി കാണുമ്പോൾ എല്ലാം ക്രമം, നീതി, സ്വസ്ഥത എല്ലാം മാത്രം കാണുന്നു. അതുകൊണ്ട് ഈ സൃഷ്ടിയിലുള്ള ഒന്നിനും എൻ്റെ ഈ മന്ദഹാസത്തെ മായ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടാൽ തോന്നുന്നു നമുക്ക് എല്ലാം ക്രമവും നീതിയായിട്ടാണോ ഈ ലോകത്തിൽ പോണത്? ചെറിയ ജീവികൾ വലിയ ജീവികളെ പിടിച്ചു തിന്നണം അല്ലേ നമ്മൾ കാണുന്നത്? അപ്പോൾ നമ്മൾ ബയോളജിയിൽ പഠിച്ചില്ലേ ഒരു ആഹാര ശൃംഖല. ചെറിയ ജീവികൾ വലിയ ജീവികളുടെ ഭക്ഷണമായിട്ട് അതിനെ അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ തവളെ പാമ്പ് പിടിച്ചു വീഴും. അതുപോലെ പാമ്പിനെ ഗരുഡൻ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കീറിയിട്ടാണ് കഴിക്കുക. അപ്പം അങ്ങനെ ചെറിയ ഇങ്ങനെ ഈ ഒരു ആഹാര ശൃംഖല നമുക്ക് കാണാൻ കഴിയും ബയോളജിയിൽ. അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ വരെ അങ്ങനെയാണ്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള പരിണാമ പ്രക്രിയ ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകൃതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും. കാരണം എന്താ, ഈ ചെറിയ ജീവികൾ അതിനെ ആഹാരമാക്കാൻ വരുന്ന വലിയ ജീവികളെ കുറിച്ച് വളരെ വിജിലൻ്റ് ആയിരിക്കും. വിജിലൻ്റാണ്, ഭയമുണ്ട്. ഇപ്പോൾ വിജിലൻസും ഈ ഭയം എന്ന് പറയുന്ന ഇൻറ്റൻസ് മെഡിറ്റേഷൻ പോലത്തെ എഫക്റ്റാണ്. അപ്പോൾ ഇന്നവേ ചെറിയ ജീവി വലിയ ജീവിയുടെ മേലെ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയാം. അപ്പോഴാണ് അത് വരുന്നത്. അതെന്തിനാ? അതിന് പരിണാമം സംഭവിക്കുന്നു. അതായത് കുറച്ചും കൂടി ഉന്നതമായ ബോധത്തിലേക്ക് അത് മാറുക ചെയ്യുന്നത് ഈ വലിയ ജീവി ചെറിയ ജീവിനെ ആഹാരമാക്കുന്ന സമയത്ത്. ഇപ്പോൾ തവള എന്ന് പറഞ്ഞാൽ പാമ്പ് വിഴുങ്ങിയ തവളയേക്കാൾ മെച്ചപ്പെട്ട ജീവിയാണ് പാമ്പ്. പാമ്പിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഗരുഡൻ. അപ്പം അങ്ങനെ പോവത്. അപ്പം ഈ ആഹാര ശൃംഖല എന്താണ്? നമ്മൾ അതിനെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് എവല്യൂഷണറി പ്രോസസ്സ് ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ കാണാൻ പറ്റും നമുക്ക്, ശ്രദ്ധിച്ചു നോക്കിയാൽ. പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥ വരെയുള്ളത്, മനുഷ്യൻ സോഫാർ ഇതുവരെയുള്ളതിൽ എവല്യൂഷനിൽ ഏറ്റവും മുന്നിലാണ് ഉള്ള ഒരു ധാരണയിൽ മനുഷ്യൻ വിചാരിക്കണം അതിൻ്റെ താഴെകളെല്ലാം അവന് ആഹാരമാക്കുക എന്നുള്ളതാണ് ധാരണ. നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ പറഞ്ഞിട്ടില്ലേ, മനുഷ്യൻ്റെ താഴെ സബ് ഹ്യൂമൻ ലെവലിൽ പരിണാമം ഓട്ടോമാറ്റിക്കാണ്. ടെൻഡൻസി അനുസരിച്ചാണ്, ഈ പറഞ്ഞ പ്രക്രിയ അനുസരിച്ച്. മനുഷ്യൻ്റെ മേലെ ഡിവൈൻ തലത്തിലും പരിണാമം ഓട്ടോമാറ്റിക്കാണ്. മനുഷ്യൻ്റെ ലെവലിൽ ഒരു ബഫറുണ്ട്. ആ ബഫറിൽ പരിണമിക്കണമെങ്കിൽ ചോയ്സ് ഉണ്ട്. നമുക്കവിടെ നമ്മുടെ ബുദ്ധിശക്തി ഇച്ഛാശക്തിയും പ്രയോഗിക്കേണ്ടതുണ്ട്. എന്തിനാ ബുദ്ധിശക്തി? പരിണാമത്തിന് അനുകൂലമായത് എന്താ പ്രതികൂലമായത് എന്താന്ന് കണ്ടുപിടിക്കാൻ. ഇച്ഛാശക്തിയോ അനുകൂലമായത് ചെയ്യാനും പ്രതികൂലമായിട്ടുള്ളത് അവോയ്ഡ് ചെയ്യാനും. അപ്പം അവിടെ ചോയ്സ് ഉണ്ട് നമുക്ക്. അപ്പം ഈ ചോയ്സ് എടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ അതിൻ്റെ താഴെയുള്ള എല്ലാത്തിനും കഴിക്കണം എന്നാണോ? അല്ല, നമ്മുടെ പരിണാമത്തിന് അനുകൂലമായ സാധനങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യണം എന്നല്ല അർത്ഥം. അപ്പോൾ നമ്മൾ എന്തിനെങ്കിലും ഭക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ബോധത്തിൽ ഒരു ഘനീഭാവം വരാത്ത സാധനങ്ങളാണ് നമ്മൾ ആഹാരമാക്കേണ്ടതെന്നല്ല അർത്ഥം. അപ്പോൾ എന്താ, ബോധത്തിലെ ഏറ്റവും താഴ്ന്ന പടികളിലല്ലേ നമ്മൾ ആഹാരമാക്കേണ്ടത്. അതാണ് സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഉദാഹരണത്തിന് ഇപ്പോൾ കാണാൻ പറ്റും നമുക്ക്, താരതമ്യേന താഴ്ന്ന ബോധമുള്ള ജീവികൾ ഉയർന്ന ബോധമുള്ള ജീവിക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാം. ഉദാഹരണത്തിന് ഒരു മനുഷ്യക്കുട്ടിയെ ഒരു പാമ്പ് കടിക്കാൻ വരികയാണെങ്കിൽ ഈ പാമ്പിനെ നമ്മൾ കൊല്ലണം. ഇല്ലെങ്കിലോ ഈ പാമ്പ് കുട്ടിയെ കടിക്കും, കുട്ടി മരിക്കും. അപ്പോൾ ഈ ഒരാളെ രക്ഷിക്കുക എന്ന് വെച്ചാൽ ആരെയും രക്ഷിക്കേണ്ടത്? നമ്മുടെ കുട്ടി ആയതുകൊണ്ടല്ല, നിഷ്പക്ഷമായിട്ട് ആലോചിക്കുമ്പോഴും മനുഷ്യക്കുട്ടിയെയാണ് രക്ഷിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? പരിണാമത്തിൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ആളാണ് മനുഷ്യൻ. അപ്പോൾ പരിണാമചക്രത്തിൽ മുന്നേറി ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകണു. അപ്പോൾ കുറച്ചേ ഉള്ളൂ ഇനി ദൂരം. പാമ്പിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ പരിണാമത്തിൽ മുന്നേറിയ ജീവിക്ക് വേണ്ടി താരതമ്യേന താഴ്ന്ന നിലവാരത്തിലുള്ള ജീവി വഴി മാറി കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാം. പക്ഷേ സബ് ഹ്യൂമൻ ലെവലിൽ മാത്രമേ ഉള്ളൂ.
കാരണം മനുഷ്യൻ്റെ ലെവലിൽ പരിണാമം സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റ് 2 ഉപകരണങ്ങൾ വെച്ചിട്ടാണ്. അവിടുന്ന് ഡിവൈൻ ലെവലിലേക്ക് പോയാൽ വീണ്ടും പരിണാമം ഓട്ടോമാറ്റിക്കാണെന്നാണ് ഹാർട്ട്ഫുൾനെസ് പ്രിൻസിപ്പിൾ. ഉദാഹരണത്തിന് നമ്മളുടെ ഇന്ധനം എത്ര സൂക്ഷ്മമായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഓട്ടോറിക്ഷ പെട്രോൾ ഒഴിച്ച് ഓടിക്കുന്നത്. ആ പെട്രോളിൽ കുറച്ച് മണ്ണെണ്ണ കലർന്നു നോക്കി. ചില ആൾക്കാർ മണ്ണെണ്ണ ഒഴിക്കും പെട്രോളിന് വില കൂടിയാൽ. എന്നാലും അത് ഓടും, പുകയൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. നേരെ മറിച്ച് ഏവിയേഷൻ സ്പിരിറ്റ്, വിമാനത്തിൻ്റെ ഏവിയേഷൻ സ്പിരിറ്റില്ലേ, പ്യുവറായിട്ടുള്ള പെട്രോളാണ്. അതിൽ കുറച്ച് മണ്ണെണ്ണ കലർന്നാലോ അത് ഈ വിമാനം എയർപോർട്ടിൽ ഓട്ടോറിക്ഷമാർ ഓടിക്കാനേ പറ്റുള്ളൂ, മേലേക്ക് പോവില്ല. അപ്പം ബോധത്തിൻ്റെ ഉന്നതമായിട്ടുള്ള തലത്തിലേക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തിനെ കുറിച്ച് ആലോചിക്കുന്ന ആൾ സൂക്ഷ്മമായിട്ടുള്ള ഇന്ധനമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ആ ബോധം വരുമ്പോഴാണ് ബോധത്തിലെ ഏറ്റവും താഴ്ന്ന പടിയിലുള്ള ജീവികളെയാണ്, അല്ലെങ്കിൽ എന്താണോ അതിനെയാണ് നമ്മൾ ആഹാരമാക്കേണ്ടത്. അതുകൊണ്ട് സസ്യാഹാരമാണ്, അങ്ങനെയാണ് അത് വരുന്നത്. പക്ഷെ ബാബുജി മഹാരാജ് ഇതിനെ ആ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. 8ാമത്തെ മാക്സിമിലാണ് അത് പറയുന്നത്. അതായത് സത്യസന്ധമായും സാത്വിക ബോധത്തോടും കൂടി ആർജിക്കുന്നതിന് അർഹിക്കുന്ന ആദരവ് നൽകി കിട്ടുന്നത് എന്തായാലും നിരന്തര ഈശ്വരസ്മരണയിൽ ആഹരിക്കുന്നതിൽ സംതൃപ്തനാകുക എന്നാണ്. അതിലൊരുപാട് വാക്കുകളുണ്ട്. ആദ്യം തന്നെ സത്യസന്ധമായും സാത്വിക ബോധത്തോടും കൂടി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനുഷ്യൻ്റെ തലം എന്ന് പറഞ്ഞാൽ ഭൗതികത്തിൽ നിന്ന് മാനസികം, ആത്മീകം, അങ്ങനെ അനന്തത വരെ നീണ്ടു കിടക്കുക നമ്മുടെ തലങ്ങൾ. ഭൗതികമായ തലം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഒരു ഐസ്ബർഗ് പോലെയുള്ളത്. ബാക്കിയുള്ള തലങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഒരു തലത്തിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ മറ്റെല്ലാ തലങ്ങളെയും ബാധിക്കും. ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നു. നമ്മൾ നിരന്തര ദിവ്യസ്മരണയിലാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നതെങ്കിലോ ഈ ഭക്ഷണം പ്രസാദമായിട്ട് മാറും. അതായത് നമ്മുടെ ചിന്ത ഭക്ഷണത്തിനെ ബാധിക്കുന്നുണ്ടെന്ന് അർത്ഥം, അല്ലേ? നമ്മൾ മൈൻഡ് ഓവർ മാറ്റർ എന്ന് പറയില്ലേ. നമ്മൾ മാറ്റർ, എനർജി, അബ്സല്യൂട്ട് ഇങ്ങനെയല്ലേ പറയാം. അപ്പോൾ ഒരു ലെവല് മറ്റു ലെവലിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ചിന്ത തീർച്ചയായിട്ടും ഈ പ്രാണശക്തി, ഭക്ഷണത്തിലുള്ള പ്രാണശക്തി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലുണ്ട് പുറത്തുമുണ്ട്. നമ്മുടെ ചിന്ത ഭക്ഷണത്തിനെ ബാധിക്കും. അപ്പോൾ ദിവ്യചിന്തയിലാണ് നമ്മൾ ആഹാരം പാകം ചെയ്യുന്നതെങ്കിൽ അത് സാത്വിക ഗുണമുള്ള ഭക്ഷണമായിരിക്കും, മാത്രമല്ല പ്രസാദമായി മാറി. ഇനി അത് കഴിക്കുന്ന ആൾ ആ ദിവ്യസ്മരണയിലാണ് കഴിക്കുന്നത് നിൽക്കുക, ഈശ്വര സ്മരണയിലാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുസ്മരണയിലാണ് ഭക്ഷണം കഴിക്കുന്നത് നിൽക്കുക. അപ്പോൾ ആത്മീയമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും വിട്ടുപോകും. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ബ്ലോക്കും മാറുന്ന കാരണം ഇത് പ്രസാദമാണത്. ഉള്ളിൽ നമുക്ക് ആത്മീയമായ ഉണർവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നതും കഴിക്കുന്നതും ദിവ്യസ്മരണയിലാണെങ്കിലുള്ള ബെനിഫിറ്റാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ലെവലിലൊക്കെയാണിത്. സാധാരണ നമ്മൾ നമ്മുടെ ലെവലുകളെ കുറിച്ച് ആലോചിച്ചാൽ എന്തൊക്കെയാണ് സൃഷ്ടിയിലുള്ളത്? ധാതുക്കൾ, മിനറൽസ്, സസ്യങ്ങൾ, ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യനെ നമുക്ക് പെടുത്താം. മൃഗങ്ങൾ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സേജസും സിന്നേഴ്സും, അതായത് പുണ്യവാനും പാപിയും എല്ലാം അതിൽ പെടുന്നതല്ലേ. ഇത്രയല്ലേ ലെയറുകളുള്ളത്. അപ്പോൾ അതിൽ ഉന്നതമായിട്ടുള്ളൊരു മഹർഷിയായിട്ടുള്ള വസിഷ്ഠൻ, യോഗിയായിട്ടുള്ള ഒരാളെ, അദ്ദേഹത്തിനെ നമ്മൾ തലവെട്ടി നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. മനുഷ്യനെ നമുക്ക് പാകം ചെയ്ത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഈ യോഗികളെ മൃഗങ്ങൾ പോലും ആഹാരമാക്കില്ല. ഇപ്പോൾ കാട്ടിലൊരു മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുക നിൽക്കുക, സിംഹം അതിൻ്റെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ മേലെ കൂടെ ഒരഞ്ഞിട്ട് പോകും, ഭക്ഷണം കഴിക്കില്ല അതിന്. എന്താ കാരണം? അതിൻ്റെ ഉള്ള ആ ദിവ്യമായ വൈബ്രേഷൻസ് ഇതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ആഹാരമാക്കില്ല.
അപ്പോൾ മനുഷ്യനെ ആഹാരമാക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റില്ല, മൃഗങ്ങൾക്ക് പോലും, യോഗികളാണെങ്കിൽ. ഇനി പക്ഷികളെ മൃഗങ്ങളൊക്കെയോ നമ്മുടെ ഇടയിൽ പലരും കഴിക്കും. സസ്യങ്ങളെയോ എല്ലാവരും ഭക്ഷിക്കും, അല്ലേ? അപ്പം അവിടെ തന്നെ സ്വാഭാവികമായിട്ട് കാണുന്നതാണ് സസ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷിക്കുന്നത് എന്നുള്ളതാണ്. മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കളെ കുറിച്ച് നമ്മൾ അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ആലോചിച്ചോ. നമ്മൾ പറഞ്ഞ ധാതുക്കൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, ആ മൃഗങ്ങളിൽ തന്നെ മനുഷ്യൻ, യോഗികൾ, സെയിൻ്റ് ആൻഡ് സിന്നർ. എന്താ ഇതിൽ തമ്മിൽ വ്യത്യാസം എന്ന് ആലോചിച്ചോ. വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരങ്ങളുടെ വ്യത്യാസം. 3 ശരീരങ്ങൾ നമ്മൾ പറയില്ലേ: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഇതിൻ്റെ ഫ്രീഡത്തിലാണ് ഈ വ്യത്യാസമുള്ളത്. ഈ എല്ലാ സാധനങ്ങൾക്കും ഈ 3 ശരീരങ്ങളുണ്ട്. ധാതുക്കൾക്കുണ്ട്, സസ്യങ്ങൾക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, മനുഷ്യനുണ്ട്, യോഗികൾക്കുണ്ട്. ഈ 3 ശരീരങ്ങളുടെ സ്വാതന്ത്ര്യത്തിലാണ് ഈ വ്യത്യാസമുള്ളത്. എത്രമാത്രം ഫ്രീഡം ഉണ്ട് ഈ 3 ശരീരത്തിനും. ഒരു യോഗിയിലാണെങ്കിൽ ഈ 3 ശരീരങ്ങളും പരിപൂർണമായിട്ടും ഫ്രീ ആണ്. അതായത് സൂക്ഷ്മ ശരീരത്തിനും കാരണ ശരീരമായിട്ടുള്ള ആത്മാവിനും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. ഇപ്പോൾ ലാലാജി മഹാരാജ് പറയില്ലേ, ആത്മാവിനെ വിഭജിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം പറഞ്ഞു. ആത് പ്ലസ് മൻ എന്ന് പറഞ്ഞിട്ട് വിഭജിക്കാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞില്ല. ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്. സാധാരണ മനുഷ്യൻ്റെ ആത്മാവിനെ വിഭജിക്കാൻ സാധ്യമല്ല. പക്ഷെ വിവേകാനന്ദ സ്വാമികൾ, ശ്രീബുദ്ധൻ, ഹാർട്ട്ഫുൾനെസ്സിലെ മാസ്റ്റേഴ്സിനൊക്കെ ഒരേ സമയത്ത് പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടാം അവർക്ക്. വിവേകാനന്ദ സ്വാമികൾ സമാധി ഈ പ്രകാശിത ലോകത്തിലുണ്ടാവാം. അദ്ദേഹം തന്നെ ലോകത്തിൽ മറ്റൊരു ആളിൽ കൂടി അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും വർക്ക് ചെയ്യുന്നുണ്ടാവാം. അതൊന്നല്ല, പലതും. അവർ ആ ദൗത്യം നിറവേറ്റി കഴിഞ്ഞ് സമാധിയായി തിരിച്ചു വീണ്ടും ഈ ബ്രൈറ്റർ വേൾഡിലുള്ള സ്പിരിച്വൽ എൻറ്റിറ്റി ആയിട്ട് ലയിക്കാതിന് ഒരേ സമയത്ത് തന്നെ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. ഇത് നമുക്ക് തന്നെ അറിയാം. ഹാർട്ട്ഫുൾനെസ്സിലെ പ്രിസെപ്റ്റേഴ്സ്. ഇപ്പോൾ ഒരാൾ ഹൈദരാബാദിലിരിക്കുന്നു, പ്രിസെപ്റ്റർ. ഒരു അഭ്യാസിക്ക് സിറ്റിംഗ് എടുക്കുന്നു കേരളത്തിൽ നിന്ന്. സിറ്റിംഗ് വർക്ക് ചെയ്യില്ലേ? എങ്ങനെയത് വർക്ക് ചെയ്യുന്നത്? റിമോട്ട് സിറ്റിങ്. ഈ പ്രിസെപ്റ്ററുടെ സൂക്ഷ്മ ശരീരം ഇവിടെ നിന്ന് അവിടേക്ക് യാത്ര ചെയ്യണു. അഭ്യാസിയുടെ മുന്നിൽ പോയിരുന്ന് ആ സിറ്റിംഗ് കൊടുത്ത് സൂക്ഷ്മ ശരീരം തിരിച്ചു വരുന്നു വില്ലിൻ്റെ അപ്ലിക്കേഷൻ അനുസരിച്ച്. ഇച്ഛാശക്തി പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിസെപ്റ്ററുടെ സൂക്ഷ്മ ശരീരം യാത്ര ചെയ്യണമെന്നല്ലേ കാണിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഫീൽ ചെയ്യണത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുക? അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു സാധാരണ ഹാർട്ട്ഫുൾനെസ്സിൽ പ്രിസെപ്റ്ററെ വരെ സൂക്ഷ്മ ശരീരം ട്രാവൽ ചെയ്യേണ്ടതെന്നല്ല അർത്ഥം. അതുപോലെ കാരണ ശരീരത്തിന് ട്രാവൽ ചെയ്യാം. അപ്പോൾ ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 ശരീരങ്ങളും പരിപൂർണമായിട്ട് ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കൊന്ന് ഭക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവരുടെ സൂക്ഷ്മ ശരീരം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിട്ടുള്ളതാകുമ്പോൾ ഈ പെയിൻ വളരെ ഇൻറ്റൻസ് ആയിരിക്കും. ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിനെ ക്രൂശിച്ച സമയത്ത് ബൈബിളിൽ പറയുന്നുണ്ട്, ഇടിവെട്ട്, അതുപോലെ ഭൂകമ്പം, മഹാമാരി, അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ സെല്ലുകളും ഒരു പ്രത്യേക ബോധത്തിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ നശിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പ്രപഞ്ചത്തിൽ ആകെ ഒരു ചലനം ഉണ്ടാവും. ഈ സൂക്ഷ്മ ശരീരം വ്യാപിച്ച സ്ഥലങ്ങളിൽ മുഴുവൻ അതിൻ്റെ പ്രകമ്പനം ഉണ്ടാവും. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് ആദ്യം ക്രോസിലായ ആദ്യം അദ്ദേഹം വിചാരിച്ചു എന്താ സംഭവിക്കണമെന്ന് അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം ആ ദിവ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് പറയുന്നത്, ഈശ്വര, ഇവർ അജ്ഞാനം കൊണ്ട് ചെയ്യുന്ന ഈ അപരാധം അവിടുന്ന് ക്ഷമിക്കണേന്ന്. ഇവരെന്തോ ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ല, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണേന്ന് പറയാണ് ആ ദിവ്യമായ അവസ്ഥയിൽ.
നേരെ മറിച്ച് നമ്മളൊരു സസ്യാഹാരം കഴിച്ചാൽ ഇങ്ങനെയുള്ള ബോധത്തിൻ്റെ പ്രശ്നമുണ്ടോ? ഇല്ല. ഒന്നാമത് നെർവസ് സിസ്റ്റം ഇല്ല. പിന്നെ ഇതുപോലെ ബോധത്തിനെ ബാധിക്കില്ല അത്. അതാണ് ഒരു കാരണം. ഈ മൃഗങ്ങളിലോ, മൃഗങ്ങളെ നോക്കാം. ഈ 3 ശരീരങ്ങളുടെ സ്ഥിതി എന്താണെന്നുള്ളത്. ഈ 3 ശരീരങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടാണ് കിടക്കുന്നത്. നമ്മൾ സാധാരണ 13 ചക്രങ്ങൾ ഹാർട്ട്ഫുൾനെസ്സിൽ പറയില്ലേ? ആദ്യത്തെ 3 ചക്രമായിട്ടുള്ള മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. ഈ 3 മനുഷ്യനും മൃഗങ്ങൾക്കും കോമൺ ആണ്. അതെന്തിനാണ്? നമുക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ആഹാരം സമ്പാദിക്കാനും പ്രത്യുൽപാദനത്തിനും വേണ്ടിയിട്ടാണ് കോമൺ ആയിട്ടുള്ളത്. വളരെ അപൂർവം മൃഗങ്ങൾക്ക്, അതായത് ചില നായ്ക്കൾക്ക്, ചില പൂച്ചകൾ, ചില ആനകൾ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള അനാഹതം അല്ലെങ്കിൽ ഹാർട്ട് ചക്ര ഉണ്ടാവും. ബാക്കിയെല്ലാം അതിൻ്റെ താഴെയാണ്. നോർമലി ഇതിൻ്റെ 3 ശരീരങ്ങളും ഒരുമിച്ച് ചേർന്ന ഫ്രീഡം ഇല്ല. ഈ 3 ശരീരങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ഈ പ്രശ്നം ഉദിക്കുന്നില്ല അവിടെ. ഇനി സസ്യങ്ങളിലായാലോ ഈ 3 ശരീരങ്ങളും പരസ്പരം ഇഴുകി ചേർന്ന് കിടക്കുകയാണ്. തീരെ ഫ്രീഡം ഇല്ല അതിന്. അപ്പോൾ അതിന് ഈ ബോധത്തിൻ്റെ, അപ്പോൾ അതിനെ നമ്മൾ ഭക്ഷണമാക്കുന്ന സമയത്ത് ഈ ഫീലിംഗ് അതിനില്ല. ഈ ധാതുക്കളിലാണെങ്കിലോ ഈ 3 ശരീരങ്ങളും വളരെയധികം ക്ലോസ്ലി പാക്ക്ഡ് ആണ്. അങ്ങനെ ആ 3 ശരീരങ്ങളും ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ അനുസരിച്ചാണ് ഒരെണ്ണം സ്വർണ്ണമാവണു, ഒരെണ്ണം ഡയമണ്ട് ആവണു, ഒരെണ്ണം ഇതാവണം. അപ്പോൾ ധാതുക്കളെ കുറിച്ച് നമ്മൾ അത്രയധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 3 ബോധത്തിൻ്റെ ഏറ്റവും താഴെ പടിയിൽ കിടക്കുന്നതാണ് എന്ത്? സസ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ മേലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വേറൊരു സിറ്റുവേഷൻ ആലോചിക്കുക. ഏലിയൻസ് വേറൊരു വേൾഡിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഭൂമിയിലുള്ള ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ ആ ഭ്രൂണത്തിനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കുകയെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അമ്മയുടെ പെയിൻ? ഈ അമ്മ ആ ഏലിയനെ എല്ലാ തരത്തിലും ശപിക്കില്ലേ? ഇനി ഒരു ചിക്കൻ, അതിൻ്റെ എഗ്ഗ് നമ്മൾ സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ആ ചിക്കനും അതേ ഫീലിംഗ് ഉണ്ടാവില്ലേ? ആരോ എൻ്റെ എഗ്ഗ് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെന്ന് അതിനറിയാം. 10 മിനിറ്റ്സിൽ അത് മറന്നു പോകും അത്. പക്ഷേ ആ തോട്ട് വിൽ ഗോ, ആ ചിന്ത എന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ആ ചിന്ത, അതാണ് ആ സംസ്കാരത്തിൻ്റെ ഇമ്പാക്റ്റാണത്. അതായത് ഒരു ജീവിയെ അതിൻ്റെ പരിണാമചക്രത്തിൽ സാധാരണ നിലയ്ക്ക് പുരോഗമിച്ച് പോകുന്ന സമയത്ത് വേറെ ആളതിൽ ഇൻ്റർഫിയർ ചെയ്യുക. അപ്പോൾ ആരാണോ അതിൽ ഇടപെടുന്നത് അയാൾ അതിൻ്റെ സംസ്കാരങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. നമുക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. അതിന് പുറമെ നമ്മൾ ഈ ജീവജാലങ്ങളെ കൊന്നിട്ട് അതിൻ്റെ സംസ്കാരങ്ങൾ കൂടി ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് വിവേകപൂർവ്വം നമ്മൾ ചിന്തിച്ച് നോക്കണം. എപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ബോധത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചും ആലോചിക്കുമ്പോഴേ ഇത്തരം ഈ കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ടാണ് ഈ സസ്യാഹാരം ആക്കണതിൻ്റെ. ഇനിയിപ്പോൾ ശാസ്ത്രീയമായിട്ടും ഈ വെജിറ്റേറിയൻ്റെയും നോൺ വെജിറ്റേറിയൻ്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റം പരിശോധിച്ചാൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ജീവികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ നീണ്ടതാണ്. നോൺ വെജിറ്റേറിയൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ചെറുതാണ്. മനുഷ്യൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണ്? നീണ്ടതാണോ ചെറുതാണോ? വളരെ നീണ്ടതാണ്. കാണിക്കുന്നത് എന്താണ്? ബൈ ഡിസൈൻ ദൈവം നമ്മളെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ രീതിയിലാണ്. പക്ഷേ നമ്മൾ ഈ ചോയ്സുകളുണ്ട്. താഴേക്കും മേലേക്കും പോകാനുള്ള ചോയ്സ് ഉണ്ട്. അതായത് സബ് ഹ്യൂമൻ ലെവലിലേക്കും വരാം, നമുക്ക് ഡിവൈൻ ലെവലിലേക്കും വരാം. ഈ വിൽ ആൻഡ് ഇൻ്റലിജൻസ് പ്രോപ്പറായിട്ടല്ല ഉപയോഗിക്കണമെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ എന്തും നമുക്ക് ആഹാരമാക്കാം എന്നുള്ള ചിന്ത. കാരണം ആഹാര ശൃംഖല മനുഷ്യൻ്റെ താഴെ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ ലെവലിൽ അത് അവസാനിക്കുന്നു. അതൊരു വിവേകമാണ്. ഇവിടെ ബാബുജി മഹാരാജ് പറയുന്ന അവിടെ മാത്രം അദ്ദേഹം നിർത്തുന്നില്ല. വെജ് നോൺ വെജിലല്ല. അദ്ദേഹം പറയണത് സത്യസന്ധമായും സാത്വിക ബോധത്തോടും കൂടി ആർജിക്കുന്നതാണ് പറയുന്നത്. അത് വളരെ പ്രധാനമുണ്ടെന്നാണ്. അതായത് നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ചെയ്യുന്നു നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് എല്ലാത്തിലും ഒരു സർവീസിൻ്റെ ഓറിയൻറ്റേഷൻ ഇല്ലേ? നമ്മളെല്ലാ ജോലിക്കും ഒരു സർവീസ് ഓറിയൻറ്റേഷൻ ഉണ്ട്.
ഉദാഹരണം ചിലപ്പോൾ നമ്മൾ ലീഗൽ സർവീസ് ആവും കൊടുക്കണം, ചില സമയത്ത് നമ്മൾ മെഡിക്കൽ സർവീസ് ആവും കൊടുക്കും, ചില സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻ്റലക്ച്വൽ സർവീസ് ആവും കൊടുക്കണം, ചില സമയത്ത് ശരീരം കൊണ്ടുള്ള സർവീസ് ആവും കൊടുക്കും, ഫിസിക്കൽ സർവീസ് ആവും. അപ്പോൾ നമ്മൾ പണം സമ്പാദിക്കുന്നതിനെല്ലാം ഒരു സർവീസ് ഓറിയൻറ്റേഷൻ ഉണ്ട്. ഈ സർവീസ് ഓറിയൻറ്റേഷൻ എങ്ങനെ സത്യസന്ധവും സാത്വികവുമാക്കാമെന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. എങ്ങനെ ഈ ഇൻട്രാക്ഷൻസ് നമ്മളെ ഈ സമ്പാദിക്കുന്ന രീതിയെ ഓണസ്റ്റ് ആൻഡ് പയസ് ഏണിംഗ് എന്ന് പറയുന്നത് സത്യസന്ധവും സാത്വികവുമാക്കാം. ഒരേ ഒരു വഴിയുള്ളൂ, നമ്മൾ ഹൃദയത്തിലുള്ള പരിശുദ്ധിയിൽ അബ്സോർബ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ സർവീസസ് കൊടുക്കുകയാണെങ്കിൽ, അതായത് പണം സമ്പാദിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ സത്യസന്ധവും സാത്വികവുമായിരിക്കും. ഹൃദയത്തിൻ്റെ ആ പ്യൂരിറ്റിയിൽ എങ്ങനെ അബ്സോർബ്ഡ് ആവുക? ഹാർട്ട്ഫുൾനെസ്സിന് അത് വളരെ എളുപ്പമാണ്. നിരന്തര സ്മരണ. നിരന്തര സ്മരണയിൽ ഗുരുവാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് സമർപ്പിച്ച് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിലെ സേവനങ്ങൾ വരെ, പണം സമ്പാദിക്കാനുള്ള സേവനങ്ങൾ വരെ ചെയ്യുന്നതെങ്കിൽ ഹൃദയത്തിലുള്ള പരിശുദ്ധിയിൽ അബ്സോർബ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ സത്യസന്ധവും സാത്വികവുമായ ബോധത്തിലാണ് നമ്മളെല്ലാം ആർജിക്കുക. അങ്ങനെ ആർജിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള മുദ്രകളും ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് നമ്മളെ കുടുംബത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ജോലികളും ചെയ്യുന്നു. അതിലൊക്കെ പലതരത്തിലുള്ള അഴിമതികളും നമ്മൾ ചെയ്യണമെന്ന് വയ്ക്കുക. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണെന്നാണ് ചെയ്യുന്നത്. പക്ഷേ അത് ബാധിക്കും, തീർച്ചയായിട്ടും അത് ബാധിക്കും എന്നുള്ള ഉറപ്പാണ്. ആ വൈബ്രേഷൻസിനെ ബാധിക്കും എന്നുള്ള ഉറപ്പാണ്. കാരണം ജീവിതം മുഴുവൻ വൈബ്രേഷൻസ് അല്ലേ. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് സത്യസന്ധവും സാത്വിക ബോധത്തോടും കൂടി ആർജിക്കുന്നത്, അർഹിക്കുന്ന ആദരവ് നൽകാൻ. എന്നിട്ടോ കിട്ടുന്നത് എന്തായാലും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചില ആൾക്കാർ പറയാണ് ഒരു പായസം കൂടി ഉണ്ടായാലും ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. സൗത്തിലാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് പറയും ഓഫ് എൻ്റെ ലഞ്ച് കംപ്ലീറ്റ് ആയില്ല, എന്നൊരു രസഗുളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മയോടോ ഭാര്യയോടോ ചിലപ്പോൾ കൂടുന്ന എന്ത് പറ്റി രസഗുളം ഇല്ലാത്തത്, എന്താ പായസം ഇല്ലാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ടേബിളിൽ ഇല്ലാത്ത സാധനത്തിനെ കുറിച്ചുള്ള ചിന്ത വരണം നമ്മൾ. അപ്പോൾ ഉള്ള സാധനത്തിന് എന്ത് സംഭവിക്കും? അതിനപ്പോൾ താമസികമായിട്ടുള്ള ഗുണം ഉണ്ടാവുക. അത് അപ്പോൾ ഈ സാത്വികമായിട്ടുള്ള ബോധമല്ല ഉള്ളത്. കാരണം ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ ഡെഫിഷ്യൻസിയാണ്. സാത്വിക ഗുണം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കിട്ടുന്നത് എന്തായാലും നിരന്തര ഈശ്വര സ്മരണയിൽ ആഹരിക്കുന്നതിൽ സംതൃപ്തനാവുക. അപ്പോൾ ഇല്ലാത്തതിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ്, അതും അത് വെജിറ്റേറിയൻ ആവാം ചിലപ്പോൾ ഭക്ഷണം, അത് നമ്മുടെ സാത്വിക ഗുണം നഷ്ടപ്പെടുത്തുന്നു. ദാജി ഒരു സ്റ്റെപ്പും കൂടിയും കടന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതുപോലെ സത്യസന്ധവും സാത്വിക ബോധവും അതുപോലെ കിട്ടുന്നത് എന്തായാലും ദിവ്യസ്മരണയിൽ ആഹരിക്കുക എന്ന് പറഞ്ഞതിന് പുറമെ അദ്ദേഹം പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസും കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ചിലർ കണ്ണടച്ച് പ്രാർത്ഥിക്കുക എന്നല്ല, അദ്ദേഹം പറയണത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് ഈ ഭക്ഷണം നമ്മുടെ മുമ്പിലെത്തിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ബോധം. അദ്ദേഹം പറയുന്നത് നമ്മൾ ഹോട്ടലിലാണെങ്കിൽ വെയിറ്റർക്ക് നന്ദി ബോധം പ്രകാശിപ്പിക്കുക. ടിപ്സ് കൊടുക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഇത്തരം ബ്ലെസ്സിങ് കൊടുക്കൽ അപൂർവം ഉണ്ടാവുള്ളൂ. അത് ബോധപൂർവ്വം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതിന് കാരണമായ എല്ലാവരെയും നമ്മൾ അനുഗ്രഹിക്കുക, അവരോട് നന്ദി രേഖപ്പെടുത്തുക. അപ്പോഴാണ് ഈ സത്യസന്ധവും സാത്വിക ബോധത്തോടും കൂടി ആർജിക്കുന്നതിന് അർഹിക്കുന്ന ആദരവ് നൽകി കിട്ടുന്നത് എന്തായാലും നിരന്തര ഈശ്വര സ്മരണയിൽ ആഹരിക്കുന്നതിൽ സംതൃപ്തനാകുക എന്നുള്ളതിൻ്റെ ഫുൾ മീനിങ് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഭക്ഷണ രീതിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, നമ്മുടെ ജീവിത രീതി, നമ്മളെങ്ങനെ പണം സമ്പാദിക്കുന്നു, ഏത് മനോഭാവത്തിൽ അത് പാകം ചെയ്യുന്നു ദിവ്യസ്മരണയിൽ, ഏത് മനോഭാവത്തിൽ അത്
നമ്മൾ ആഹരിക്കുന്നു. ആ ആഹരിക്കുന്ന സമയത്ത് അവിടെ ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വിവേചനം നമ്മുടെ ഉള്ളിലുണ്ടോ? ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമായ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്ന ഒരു നിർദ്ദേശമാണ് ബാബുജി മഹാരാജ് തരുന്നത്. പക്ഷേ പ്രഥമ ദൃഷ്ടിയെ നോക്കുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡാണ് തോന്നുന്നത്. അങ്ങനെയല്ല അത്. താങ്ക് യു. നമസ്കാരം. വളരെ നന്ദി മോനേട്ടൻ അവസാനം പറഞ്ഞ പോലെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് തുടങ്ങിയെങ്കിലും ജീവിതത്തിൻ്റെ കുറേ മേഖലകൾ നമ്മൾ സ്പർശിച്ചു. പലതരം പരിണാമത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയാം. നിങ്ങൾ എവിടെയായിരുന്നാലും സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് ശ്രദ്ധ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക. അതിനുശേഷം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അതിങ്ങനെയാണ്: എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 9 മണി മുതൽ 9:15 വരെ ധ്യാനിക്കും. അപ്പം നമുക്ക് 9 മണി വരെ ധ്യാനം, സത്സംഗം, 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.